ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈവനിങ് ഭയങ്കര ഹെക്റ്റിക്കാണല്ലേ. ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്കിന് ഏകദേശം ഒരു 6:30 ആവും. പിന്നെ വഴിയിലെ ബ്ലോക്കൊക്കെ അനുസരിച്ചിട്ട് സമയം അങ്ങനെ നീണ്ടു പോവേ. വന്നതിന് ശേഷം ഒരു ചായ നിർബന്ധമാണ്. അത് കൊച്ചിലേ തൊട്ടുള്ള ശീലമാണ്, രാവിലെ വൈകിട്ടും ഓരോ ചായ കുടിക്കുക എന്നുള്ളത്. അപ്പോൾ ഈവനിങ് എന്ത് കുക്ക് ചെയ്യാന്നുള്ളത് ഞാൻ വരുന്ന വഴിക്ക് ആലോചിച്ച് വരും. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഒരുപാട് സമയം മെനക്കെടണ്ടല്ലോ. നേരത്തെ വാങ്ങിച്ച് ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ലുലു മാളിൽ പോയപ്പോഴത്തേനെ ചിക്കൻ്റെ ലെഗ് പീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനകത്ത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അത് ഫ്രീസറിൽ നിന്ന് എടുത്ത് ആദ്യമേ വെള്ളം ഒഴിച്ചിട്ട് അതാകുമ്പോഴത്തേക്കിനും കുറേ സമയം എടുക്കുമല്ലോ അതൊന്ന് മെൽറ്റായി വരണം എന്നുണ്ടെങ്കിൽ. അങ്ങനെ ചിക്കനെയൊക്കെ മാറ്റി വെച്ചു. പിന്നെ അടുക്കളയുടെ ഇവിടെയായിട്ട് നമുക്ക് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെയുണ്ട്. അപ്പോൾ ഞാൻ റെസിൻ്റെ വർക്കുകൾ ചെയ്തിട്ട് ഫൈനൽ ഉണങ്ങാൻ വേണ്ടിയിട്ട്, ഫൈനൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടേക്കാണ് എടുത്തു വെച്ചേക്കുന്നത്. ഇതിപ്പോൾ റെസിനിൽ ചെയ്തേക്കുന്ന വളകളാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ 2-3 ഓർഡർ ഉണ്ടായിരുന്നേ. ഒരു ഓർഡർ നമ്മൾ പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു. അത് റോസ് പെറ്റൽസിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്, സെറാമിക്കിൻ്റെ ഈ ഒരു പഞ്ചസാരയൊക്കെ ഇട്ട് വയ്ക്കുന്ന പോട്ട്. അങ്ങനെ പഞ്ചസാരയൊക്കെ അതിലേക്ക് തട്ടി. അതിനുശേഷം ഇത് പച്ചക്കറി വിത്ത് ഞാൻ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്, ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നായിരുന്നു. ഏകദേശം ഒരു 500 രൂപയ്ക്ക് അടുത്ത് പച്ചക്കറി വിത്തും അതേപോലെ തന്നെ ചെടികളുടെ വിത്തും ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ വാങ്ങിച്ചത് അങ്ങനെ ഇരിക്കുകയാണ്. നടാനായിട്ടുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ചായ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. വീട്ടിലായിരുന്നപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ടെൻസ്ഡ് അല്ലായിരുന്നേ. വൈകുന്നേരം വരുന്ന സമയമാകുമ്പോഴത്തേക്കിനും നല്ല ചൂട് ചായയും കുളിക്കാനായിട്ടുള്ള ചൂടുവെള്ളമൊക്കെ അമ്മ തിളപ്പിച്ച് വയ്ക്കുമായിരുന്നു. ഇപ്പോൾ വന്നതിന് ശേഷം ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും ആ ലൈഫൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഇത് വീട്ടിൽ നിന്ന് അമ്മ വറുത്ത് തന്നു വിട്ടതാണ്, വാഴയ്ക്ക. അവിടെ ഏത്തയ്ക്ക വാങ്ങാനായിട്ട് കിട്ടുമല്ലോ, അങ്ങനെ ഏത്തയ്ക്ക വാങ്ങി അമ്മ തന്നെ വീട്ടിൽ വറുത്തതാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ലുലു പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കേക്കാണ്. മാർബിൾ കേക്ക് പോലെ ഇരിക്കുന്ന ഒരു കേക്കാണ്. അത്യാവശ്യം നല്ല കേക്കായിരുന്നേ. അത് ഏകദേശം തീരാനായിട്ടുണ്ട്. പിന്നെ കേക്ക് കുറേ ദിവസം ഇരുന്ന് അഴുക്കായി പോകുമല്ലോ. അങ്ങനെ ചായയൊക്കെ ഇട്ട് സ്നാക്സൊക്കെ ആയിട്ട് നമ്മൾ സിറ്റ് ഔട്ടിലിരുന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് വൈകുന്നേരം ഇപ്പോൾ എല്ലാ ദിവസങ്ങളിലും തന്നെ അത്യാവശ്യം മഴയുണ്ടല്ലോ. അപ്പോൾ ചെറിയൊരു കാലാവസ്ഥ മാറിയിട്ടുണ്ട്. ഇത് വാഴ സിനിമയ്ക്കകത്ത് ഒരു പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ആ സിനിമ ഫുള്ളിരുന്ന് കാണുന്നവരാണ്, ഓടിച്ചിട്ട് കാണുകയാണ്, എന്നിട്ട് അവസാനത്തെ ആ പാട്ട് മാത്രം കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വൈകുന്നേരത്ത് നമ്മൾ കുക്കിങ്ങിലേക്ക് പതുക്കെ കടന്നേ. ഇപ്പം നേരത്തെ വെള്ളം ഒഴിച്ച് വെച്ച് ചിക്കന് വേണ്ടിയിട്ട് നമ്മൾ മസാല പുരട്ടുകയാണ്. മസാലയ്ക്കകത്തേക്ക് ഞാൻ കൂടുതലും കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇതൊക്കെയാണ് ആഡ് ചെയ്യുന്നത്. ഗരം മസാല ഞാൻ കഴിഞ്ഞ ദിവസം ആബിദ മാമില്ലേ, ആ മാമിൻ്റെ പേജിൽ നിന്ന്, വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 കോംബോ ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഗരം മസാലയും കറി മസാലയും പിന്നെ ഒരു മസാലയും കൂടെ ഉണ്ടായിരുന്നേ. അപ്പോൾ 3 ഏകദേശം 600 രൂപ ആ റേഞ്ചിലായിരുന്നു. ശരിക്കും ഇത് അടിപൊളി മസാലയാണ്. ഒരു തുള്ളി ഇട്ടാൽ മതി, അതിന് നല്ല ഫ്ലേവറാണ്, നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. ചെറിയ ബോട്ടിലാണേ. ഇത് നമുക്ക് വീടിൻ്റെ ഹൗസ് വാമിങ്ങിന് ഗിഫ്റ്റ് കിട്ടിയതാണ്, ഈ പിജിയുടെ എയർ ഫ്രയർ. അത് ഇതുവരെ ഒന്ന് ഓണാക്കി നോക്കാനായിട്ടുള്ള നേരം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് ടൈം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഫ്രൈ ചെയ്തെടുക്കാമെന്നേ. അങ്ങനെ എയർ ഫ്രയറൊക്കെ ഓണാക്കി. ഇത് ഫ്രീസറിൽ ഇരുന്നുകൊണ്ട് അത്യാവശ്യം കട്ടിയായിട്ടാണ് ഇരുന്നത്. അപ്പോൾ കുറച്ച് നേരം നമ്മളിതൊന്ന് പാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു പാത്രത്തിലിട്ടൊന്ന് വെച്ച് ജസ്റ്റ് അതിൻ്റെ ഒരു തണുപ്പൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട്. എയർ ഫ്രയർ ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്ത് നോക്കുന്നത്. എങ്കിലും എല്ലാം അറിയാമെന്നുള്ള ഭാവത്തിൽ നമ്മൾ ചെയ്തു തുടങ്ങുമല്ലോ. അങ്ങനെ ഇത് ആദ്യമേ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം നോക്കി ചെയ്തേ. അതിനകത്തേക്ക് ഇട്ടിട്ട് ജസ്റ്റ് അതിൽ വെച്ചിട്ട് ഫങ്ഷൻസ് ഉണ്ട്, നമുക്ക് മെനു സെലക്ട് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പവർ ബട്ടൺ ഓൺ ആക്കിയിട്ട് മെനു സെലക്ട് ചെയ്തിട്ട് ആ ഫ്രഞ്ച് ഫ്രൈസിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് എത്ര ടൈം ഇത് കുക്ക് ആവണം എന്നുള്ളത് കാണിക്കുമേ. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 14 മിനിറ്റായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചിക്കൻ ഇതുവരെ മെൽറ്റായി വന്നില്ല. അപ്പം എൻ്റെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അവളൊരു പൊടിക്ക് പറഞ്ഞു തന്നു. അതായത് വെള്ളത്തിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് വെച്ചിട്ട് ഈ ചിക്കനെ എന്താണോ നമുക്ക് മെൽറ്റാക്കി എടുക്കേണ്ടത് അതിനെ ഇതിനകത്തേക്ക് ഇറക്കി വെച്ചാൽ മതി. അങ്ങനെ ചിക്കൻ നമ്മൾ കുറച്ച് ഉപ്പിട്ട വെള്ളത്തിലേക്ക് മാറ്റി വെച്ചു. ഇവിടെ കുറച്ച് ആപ്പിൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ആപ്പിൾ കട്ട് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യമേ ഒരു ആപ്പിൾ എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ ഞാൻ പതുക്കെ സമാധാനത്തിൽ കളഞ്ഞതിന് ശേഷം അത് കട്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കിനും മുഴുവൻ കേട് വന്നായിരുന്നേ. കാര്യം ഇത് വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുക്കാതെ വെച്ചിരുന്നായിരിക്കാം അത് അഴുക്കായി പോയത്. അപ്പോൾ ആദ്യത്തേത് അത്ര മെനക്കെട്ടതുകൊണ്ട് രണ്ടാമത്തെ ആപ്പിൾ ഞാൻ ആദ്യമേ തന്നെ കട്ട് ചെയ്ത് നോക്കി. 2-3 എല്ലാ ആപ്പിളുകളും കേടായി പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ആപ്പിളിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഇപ്പം നല്ല ചൂട് സമയമായതുകൊണ്ട് എന്ത് ഫ്രൂട്ട്സ് ഇരുന്നാലും പെട്ടെന്ന് അഴുക്കായി പോകണം. ഫ്രൂട്ട്സ് മാത്രമല്ല, ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് അഴുക്കാകുകയാണ്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കിനും അത് ഒരുമാതിരി ആയിട്ടിരിക്കും. അതിനെ എടുത്ത് പുറത്തെങ്ങാനും വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ അഴുക്കായി പോവേ. അത് കണ്ടില്ലേ ആപ്പിളിൻ്റെ ഒക്കെ അവസ്ഥ, ഉണങ്ങി വറ്റി വരണ്ട്. അങ്ങനെ ആപ്പിൾ എടുത്ത് കളഞ്ഞ് അതിന് ശേഷം ചിക്കനൊക്കെ നമ്മൾ നന്നായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്.
ചിക്കൻ മസാല പുരട്ടിയ ഗ്യാപ്പിൽ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് 2-3 പ്രാവശ്യം തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ വറുക്കണ സമയത്ത് വലിയ പീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതലും അതിനെ ഇഡലി പാത്രത്തിൽ വെച്ചിട്ടൊന്ന് ആവി കയറ്റുക. അതിന് ശേഷമാണ് ചിക്കനെ ഞാൻ പിന്നെ ഒന്ന് വറുത്തെടുക്കുന്നത്. കാര്യം ഡയറക്റ്റ് നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേനെ മസാല എല്ലാം കൂടെ കരിഞ്ഞു പോകും. അതായത് അതിൻ്റെ ഉള്ളിൽ വെന്ത് വരാനായിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ വലിയ പീസാണെങ്കിൽ. ചെറുതാണെങ്കിൽ ഞാൻ ഡയറക്റ്റ് അങ്ങനെ തന്നെ വറുക്കുവേ. അങ്ങനെ ആപ്പിളിൻ്റെ പരിശ്രമം അവസാനിപ്പിച്ചിട്ട് നമ്മൾ പതുക്കെ ഇഷ്ടം പോലെ മാങ്ങാപ്പഴം ഇപ്പോൾ സീസൺ ആയതുകൊണ്ടുണ്ട്. ഈ മാങ്ങ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ്. അതായത് നമ്മൾ കൊച്ചിയിൽ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഈ മാങ്ങയ്ക്ക് ഒരു പ്രത്യേകതര സ്മെല്ലാണ്. അതിൻ്റെ പേര് പറഞ്ഞു തരാനായിട്ട് എനിക്കറിയത്തില്ല. അതിപ്പോൾ നമ്മൾ സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് ഒരു വീട്ടിലാണ് ഈ മാങ്ങ ഉള്ളത്. അതിൻ്റെ മാവിൻ്റെ ചുവട് വരെ ഇതിങ്ങനെ കായ്ച്ച് കിടക്കുക. അപ്പോൾ ആ സമയത്ത് എല്ലാവരും കൂടെ സ്കൂൾ വിട്ടിട്ട് ഓടുന്നത് ഈ മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം ചോട്ടിൽ നിന്ന് തന്നെ നമുക്ക് പറിച്ചെടുക്കാമല്ലോ. നല്ല സ്മെല്ലുമാണ്. ആ ഒരു നൊസ്റ്റാൾജിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ തോല് കളയാണ്ടിട്ടതാണ്. ശരിക്കും ആ മാങ്ങയുടെ തോലിലാണ് ശരിക്കും അതിൻ്റെ ഒരു സ്മെല്ലുള്ളത്. അങ്ങനെ ആ തോലൊക്കെ ഇട്ട് നമ്മൾ മാങ്ങ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. അതിനകത്തേക്ക് കുറച്ച് തണുത്ത വെള്ളവും കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യേ. വെറുതെ കഴിക്കുമ്പോൾ ഈ മാങ്ങയ്ക്ക് അത്യാവശ്യം നല്ല മധുരമുണ്ട്. അത് ജ്യൂസ് ആകുമ്പോഴത്തേക്കിനും കുറച്ച് മധുരം കുറവായതുകൊണ്ടാണ് നമ്മൾ പഞ്ചസാര കൂടി ആഡ് ചെയ്തത്. ഇത് വഴിമുക്കുള്ള നമ്മുടെ ഒരു തട്ടുകടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. മുട്ടയാണ്. മുട്ടയിൽ മുളക് പൊടിയൊക്കെ വെച്ചിട്ടൊരു മിക്സും പിന്നെ കാന്താരി എല്ലാം കൂടെ വെച്ചിട്ടുള്ളൊരു മസാലയും കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഇത് നല്ല ടേസ്റ്റാണ്. ഒരു മുട്ടയ്ക്ക് 10 രൂപയാണെന്ന് തോന്നുന്നു. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഏകദേശം 14-15 മിനിറ്റിനകത്താണ് ഇത് റെഡി ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ച സോസും കൂടി ആഡ് ചെയ്തു. എന്നിട്ട് നമ്മളത് ഡിന്നറിന് മുന്നേ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. നമ്മൾ നേരത്തെ കുക്ക് ചെയ്യാൻ വെച്ചിട്ടില്ലേ, നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതിനെ ആദ്യമേ ഞാൻ എണ്ണയിലിട്ട് വറുക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ എയർ ഫ്രയർ ഓണാക്കിയ സ്ഥിതിക്ക് അതിനകത്ത് തന്നെ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ എയർ ഫ്രയറിനകത്ത് ആ ചിക്കനെല്ലാം അടുക്കി വെച്ചിട്ട് അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തത്. അതിന് ഏകദേശം ഒരു 9 മിനിറ്റാണ് കുക്കായി വരാൻ വേണ്ടിയിട്ട് കാണിച്ച സമയമേ. കാര്യം ചിക്കൻ ഓൾറെഡി വെന്തിട്ടുള്ളത് ആ ഒരു ചൂടുള്ളത് കൊണ്ടായിരിക്കും, അറിയത്തില്ല. അതിൻ്റെ നമ്മൾ മെനു സെലക്ട് ചെയ്ത് കൊടുത്ത് ചിക്കനെ വറുക്കാനായിട്ട് മാറ്റി വെച്ചേ. അപ്പോഴത്തേനും നമ്മുടെ മാങ്ങ നമ്മൾ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ജ്യൂസറാണ്. ഇപ്പോൾ ഇതിനകത്തായതുകൊണ്ട് നമുക്ക് ആ തോലോട് കൂടി ഇട്ടാലും നല്ല ആയിട്ട് അരഞ്ഞിട്ട്. അടുക്കളയിലെ എല്ലാ ജോലിയും കഴിയുമ്പോഴത്തേക്കിനും വലിയൊരു ഭാരിച്ച ജോലിയാണല്ലോ പാത്രം കഴുകുക എന്നുള്ളത്. ഇവിടെ ഒരുവിധം എല്ലാ പാത്രങ്ങളും കഴുകിയിട്ട് ഞാൻ ഈ സ്ലാബിൽ തന്നെയാണ് വെക്കുന്നത്. കാര്യം ഈ കബോർഡിനകത്തേക്ക് ഡയറക്റ്റ് വെക്കുമ്പോൾ വെള്ളം വീഴുന്ന പ്രശ്നമുള്ളതുകൊണ്ട് സമയമുണ്ടെങ്കിൽ ഞാൻ കിച്ചൺ ടവൽ വെച്ചിട്ട് അതൊന്ന് വൈപ്പ് ചെയ്തതിന് ശേഷം അടുക്കി വെക്കാറുണ്ട്. അല്ലെങ്കിൽ ഇതിനെല്ലാം അടുക്കി വെച്ചതിന് ശേഷം രാവിലെ ആകുമ്പോഴത്തേനും വെള്ളം വാർന്നിരിക്കുമല്ലോ. അപ്പോൾ രാവിലെ എല്ലാ പാത്രം അടുക്കി വയ്ക്കും. അങ്ങനെയാണ് യൂഷ്വലി ചെയ്യാറ്. അപ്പോൾ ഇവനെ നമ്മൾ ഡിന്നർ കഴിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ ഉപ്പുമാവിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ഉള്ളതുകൊണ്ട് ഒരു സവാള ചുമ്മാ കട്ട് ചെയ്ത് വെച്ച്, പിന്നെ മാംഗോ ജ്യൂസും കൂടി ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ഒരു സിനിമയൊക്കെ കണ്ടിരുന്ന് ഡിന്നർ കഴിക്കുകയാണ്. ഒരുപാട് നാൾക്ക് ശേഷമാണ് സിനിമയൊക്കെ കണ്ടിരുന്ന് ഞാനൊരു ഡിന്നർ കഴിക്കുന്നത്. പ്രേമലുമായിരുന്നു ഇന്ന് ഏഷ്യാനെറ്റ് മൂവീസിലുണ്ടായിരുന്ന സിനിമയെ. അങ്ങനെ നമുക്കിന്നൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. റെസിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു ഈവനിങ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്